മനോഹരമാണ്. കയ്യിൽ ഒരു ലക്ഷറി സെറ്റപ്പ്. ഇത് മറ്റേ എബ്രോഡ് ഉള്ള അതേ സെറ്റപ്പ് തന്നെയാണ് ഇതിന്റെ അല്ലേ? പുതിയ വീട്ടിലേക്ക് ഇന്നത്തെ വീട് എന്ന് പറയുന്നത് ഞങ്ങളെ ഒരു ട്രിപ്പ് പോവാണ്. ഗിറ്റാറുണ്ട്, നമ്മുടെ അഖിലും മെൽവിനും ഉണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു വാഗമൺ സ്റ്റേ ആണ് പുള്ളിക്കാനത്ത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ മുന്നിൽ കാണാം. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഓറിയോൺ കൗണ്ടി എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, അഖിലുണ്ട്, മെൽവിനുണ്ട്. അപ്പം ഒരു അടിപൊളി റിസോർട്ടാണ്. നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ഇത്ര ഭംഗിയൊന്നും ഇല്ലായിരുന്നു. അപ്പം അമൽ വരുന്നേ ഉള്ളൂ. അപ്പം അവൻ ലേറ്റായിട്ടാണ് വരുന്നത്. പിന്നെ റോബിൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ 4-5 പേരുണ്ടായിരുന്നു. അപ്പം അവന് പനിയായതുകൊണ്ട് അവനും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ കോട്ടേജിന് അങ്ങോട്ട് പോവുകയാണ്. ബുക്ക് ചെയ്ത് കീ കൊടുത്ത് ഫ്രണ്ടിൽ ആൾ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ തടാകത്തിൻ്റെ ചുറ്റുമാണ് കോട്ടേജ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണെന്ന് തോന്നുന്നത്. ഇല്ല, നിർത്തിയില്ല. ഇതല്ല, അതെ അത് തന്നെ. അത് കൊള്ളാം. നല്ല വ്യൂ ആണ്, ഫ്രണ്ട് വ്യൂ ഉണ്ട് കേട്ടോ. തോട്ടി നോക്കിയിരിക്കുക. തോടല്ല, കുളമോ. അങ്ങോട്ട് പറിക്കുന്നത്. അടുക്കള എടാ, ഇത് സെറ്റപ്പാണല്ലോ. നമുക്ക് അടുക്കളയിലോട്ടാണ് ആദ്യമേ കയറിയത്. പിന്നെ ഇവിടെ ഇവിടെയാണ് ബെഡ്റൂം. പിന്നെ വാഷ്റൂം. ഇതാണ്ട് കളിക്കാനുള്ള ഗ്രൗണ്ട് പോലും ഉണ്ട് കേട്ടോ. ഓടി നിന്നിട്ട് ഫുട്ബോൾ കളിക്കാം. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു തടാകമാണ്. അടിപൊളി വ്യൂ കേട്ടോ. 2 റൂം എടുത്തിട്ടുണ്ട്. ഒരെണ്ണം അപ്പുറയാണ്. അമൽ വരണം. അമൽ താമസിച്ചായിരുന്നേ. അതെ. ഇപ്പം ഇടയ്ക്കൊന്ന് വായിച്ച് പഠിക്കാനുള്ള ഗിത്താറ്. ഗിത്താർ വായിക്കട്ടെ, തായെ കൊണ്ട് ഗിത്താർ വായിപ്പിക്കാനുള്ള ഒരു ലക്ഷറി സെറ്റപ്പ്. ഇത് മറ്റേ എബ്രോഡ് ഉള്ള അതേ സെറ്റപ്പ് തന്നെയാണ് ഇതിന്റെ അല്ലേ? കിടുപോയി അല്ലേ? ഡാമാണത്. ഡാംബർ കെട്ടിയിട്ടേക്കാന്ന് തോന്നുന്നു അല്ലേ? ഇതുണ്ടോ, വെള്ളം തടഞ്ഞ് വെക്കാനുള്ളൊരു സെറ്റപ്പ്. മഴയങ്ങ് മാറുമായിരുന്നെങ്കിൽ. ഇല്ല, മതി. വാ അപ്പുറത്തെ ഇതൂടെ കണ്ടുവരാം. നീ ഷൂ ഇട്ടോടാ. ഇതാണ് ഷൂ ഇടാതെ ചെരുപ്പിട്ടാനുള്ള ഗുണം. ഞാനതെ തകൽ ഊരിയെടുക്കുക അല്ലേ, കാനഡ സ്റ്റൈലില്. നീല പറയാ ആരുടെ അത് 2 പേരും എടുക്ക്. നീ താക്കോ ഊരി എടുക്ക്. കാനഡ സ്റ്റൈൽ എടുക്കണം. നാളെ നീ എടുക്ക്. മറ്റന്മാരുടെ കൊടുത്തില്ല നടക്കുന്നത്. അത് അല്ല, അമലല്ല. ഞാൻ അമല വണ്ടിയാണ്. അയ്യോ, അല്ല അടിപൊളി വ്യൂ ആട്രാ. നമ്മുടെ കോട്ടേജ്, ഇപ്പുറത്തെ കോട്ടേജ് നമ്മളെടുത്ത കേട്ടോ. പിന്നെ 2 അമ്മമാർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ താക്കോലി ഞാനെടുത്തു. നല്ല സൂപ്പർ സ്ഥലം. നമ്മുടെ സായി കൂടെ വന്നു കഴിഞ്ഞാൽ പൊളിയാ.
അമലിന്റെ വണ്ടി ആ ഇവിടെ ഇടാലോ, ഇവിടെ ഇടാം. എടാ ഇതും നൈസ് വ്യൂ ആട്ടോ ഇവിടെ. നമുക്ക് അവൻ വന്ന് എടാ ഇത് തുറന്നായിട്ടേക്കുന്നത് കേട്ടോ. ഇത് താക്കോലിട്ടിട്ടുണ്ട്. എടാ വ്യൂ അവിടെയാടാ, അടിപൊളി വ്യൂ അവിടെയാ. ഇവിടെ മറ്റേ ഗ്ലാസ് വ്യൂ. ആ എൻട്രൻസ് അല്ല, പക്ഷെ റൂമിലേ എടാ ഇത് ഫാനൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. എടാ ഇത് നൈസാ കേട്ടോ, ഇത് വേറൊരു സെറ്റപ്പിലാണ്. ഇത് കൊള്ളാം. ഇവിടെ ഒരു ഗ്ലാസ് വ്യൂ കൊടുത്തിട്ടുണ്ട്. ഓ ഇത് ചെറിയ ടോയ്ലറ്റ് കേട്ടോ, ഇത് വലിയ സ്പേസ് ഇല്ല. പിന്നെ ഇവിടെ റൂം, ഇവിടെ വേറെ. ഓ ഇവിടെ വലിയൊരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ, 2 ടോയ്ലറ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടുത്തെ ഗ്ലാസ് വ്യൂ എന്ന് പറയുമ്പം ഇതാണ് കേട്ടോ. ആ ഇതും അടിപൊളി വ്യൂ ആണ്, നൈസാട്ടോ. എടാ പൊളി കേട്ടോ ആ ഒരു എൻട്രി. എടാ ഇവിടെ അടിപൊളി കേട്ടോ. ഇതിൻ്റെ ഞാൻ പോലും വിചാരിച്ചില്ല അത്രയും കിട്ടും ആംബിയൻസ് ആട്ടോ. അത്ര അടിപൊളി ഒരു റിസോർട്ടാണ് ഞാൻ വിചാരിച്ചില്ല. ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല അത്ര ഒരു കിടും ആംബിയൻസ് ആട്ടോ. വ്യൂ പോയിന്റ് ഇങ്ങോട്ടാണല്ലോ പറഞ്ഞത്, ചോദിച്ചേടാ, ചോദിക്കണം. വ്യൂ പോയിന്റ് ഇങ്ങോട്ടാണോ ചേട്ടാ? എടാ വ്യൂ പോയിന്റ് മേലോട്ടാണോ? ഒരുപാട് ദൂരം ഉണ്ടോ? അതിലേ ദൂരം കുറവ്. വന്ന വഴി അല്ലേ? ശരി ശരി ശരി. നല്ല രസം, നല്ല രസമുണ്ടല്ലോ കാണാനൊക്കെ. ഇവിടെയാണ് നമ്മുടെ റിസോർട്ടിൻ്റെ റിസപ്ഷൻ വരുന്നത്. ഇതല്ല എൻട്രി അപ്പുറ സൈഡാണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ ക്ലോസ് ആയിട്ട് ഇട്ടേക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കീ വാങ്ങിച്ചിട്ടാണ് നമ്മൾ കോട്ടേജിലോട്ട് പോകാൻ. അപ്പം ഇവിടെയാണ് നമ്മുടെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. നമുക്ക് എക്സ്ട്രാ ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വേണം, ഇവിടെ അല്ലെങ്കിൽ ഫുഡ് നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാം. ഭയങ്കര ഒരു ഏക്കർ കണക്കിനുണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല, കോട്ടേജ് അങ്ങ് മേലോട്ട് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ഫാമിലി ആയിട്ടും ബജറ്റായിട്ടും എല്ലാം വന്ന് താമസിക്കാൻ പറ്റിയ അടിപൊളി ഒരു റിസോർട്ടാണ് കേട്ടോ. അത്ര ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, അത്ര ആംബിയൻസാണ് ഇവിടെ മൊത്തം. നല്ല രസമുണ്ടല്ലോ ഓരോ കോട്ടേജും കാണാൻ. ഇത് പണി നടന്നുകൊണ്ടിരിക്കുക അല്ലേ? എടാ ഈ കല്ലൊക്കെ കെട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. നല്ല വ്യൂ, നല്ലൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതിന് മുമ്പ്. ഇവിടെ ഞാൻ കയറി നിൽക്കുക. ഇവിടെ നല്ല വ്യൂ കേട്ടോ. ഇതാണ് ഒരു ഉദ്ദേശിച്ച വ്യൂ പോയിന്റ്. നമ്മളൊരു ഫോട്ടോ കണ്ടില്ല. ഇതും കൊള്ളാം അല്ലേ? നൈസ് അല്ലേ? അല്ലേ വ്യൂ മേളിൽ നിന്ന് നല്ല വ്യൂ ആയിരിക്കും ഇവിടെ ചിലപ്പം. മേളത്തെ മഴ മഴ മഴ. നമ്മൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി. ഈ 2 വീടാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. വണ്ടി വിട്ടിട്ടുണ്ട്. നല്ല മഴ വന്നപ്പോൾ മുതൽ നല്ല അടിപൊളി മഴ കേട്ടോ. അടിപൊളി ഒരു റിസോർട്ടാണ് കേട്ടോ. പിള്ളേർ വന്നുകൊണ്ടിരിക്കുക. അമ്മൽ ഇതുവരെ വന്നിട്ടില്ല, അമ്മലെ വെയിറ്റ് ചെയ്തിരിക്കുക. ടൈമിന് ഭയങ്കര സ്ലോ മോഷൻ എൻട്രി ആണല്ലോ അതിൻ്റെ. വണ്ടി പയ്യാണോ വരുന്നത്? ചേറായിട്ടാണോ? കണ്ടില്ലേ? ഇപ്പോഴാണ് കണ്ടത് തോന്നുന്നു. ഇത് ഇവിടെ വരെ ഇറങ്ങി വെക്കാൻ തോന്നുന്നു അല്ലേ? ഇവിടെ വലിയ താഴ്ചയില്ലെന്ന് തോന്നുന്നു ഈ സൈഡിൽ. ടൈമൻ നിക്ക് തുറക്ക്. അങ്ങനെ
ഒന്ന് അവനവിടെ ആ കാറ് കിടക്കുന്നുണ്ടോ? അവിടെയാണ് കോട്ടേജ്. തായ് അടിപൊളി വ്യൂ കേട്ടോ. വണ്ടി കിടക്കുന്ന നല്ല രസം കേട്ടോ. പെട്ടെന്ന് വിടായിടാ. ഈ റിസോർട്ടിന് തന്നെ മുകളിലൊരു അടിപൊളി ഒരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രാത്രി അതൊന്ന് കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് വ്യൂ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇതിനകത്തോട്ട് തന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴികളുണ്ട് കേട്ടോ. ഒത്തിരി ഒരുപാട് കോട്ടേജ് ഉണ്ട്. അപ്പോൾ ഇതാണ് വ്യൂ എന്ന് നമുക്ക് തോന്നുന്നു കേട്ടോ. ഭയങ്കര കാറ്റല്ലേ. ഇപ്പോൾ നമുക്ക് രാവിലെ വരാം. രാവിലെ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. ഇങ്ങോട്ട് മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പായിരിക്കും. അങ്ങനെ നമ്മൾ ക്ലിഫിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് വന്നു. നമ്മൾ വീട്ടിൽ റൂമിൽ വന്നു. കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ട് ഞങ്ങളവിടെ നിന്ന് ചില്ല് ചെയ്തു കേട്ടോ. വൈകിട്ടൊക്കെ നമുക്കിങ്ങനെ ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഒരു ആംബിയൻസുള്ള റിസോർട്ടാണ് അത്. ഞങ്ങൾക്ക് 2 കോട്ടേജൂടെ ഒരു 11,000 സംതിങ് ആയുള്ളൂ. അതിനകത്ത് ഒരാൾക്ക് 5,000 രൂപ എക്സ്ട്രാ 5 പേരായിരുന്നല്ലോ. പക്ഷേ അതിനകത്ത് ഒരാൾ വന്നില്ല. ഞങ്ങൾ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമൽ രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ പോകാമെന്ന് പറഞ്ഞാൽ അവൻ പോയി കേട്ടോ. ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഇനി. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് വലിയ ഫാമിലിക്ക് ആണെങ്കിലും വലിയ റേറ്റ് ഇല്ലാതെ വന്ന് താമസിക്കാൻ പറ്റിയൊരു അടിപൊളി റിസോർട്ടാണ്. ഈ അടുത്തുള്ള കോട്ടേജൊന്നും ഒത്തിരി ഫില്ലല്ലായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഒരു കാമാൻ ക്വയറ്റായിരുന്നു. നമുക്ക് ബാർബിക്യൂ പരിപാടിയൊക്കെ അവരെ അലോ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊണ്ടുവന്ന് അവിടെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതെ നമ്മൾ ഇന്നലെ വൈകിട്ട് പോയ ആ വ്യൂ പോയിൻറ്റിലൂടെ നമ്മൾ രാവിലെ പോവുകയാണ് കേട്ടോ. അപ്പം മുകളിൽ ഇന്നലെ പോയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വ്യൂ പോയിൻ്റിൽ എത്തി. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അപ്പുറ സൈഡിലാണ് പോയത്. പക്ഷേ ആ സൈഡിലല്ലായിരുന്നു, ഇപ്പുറ സൈഡിലായിരുന്നു വ്യൂ പോയിൻറ്റ്. ശരിക്കും ഒരു ഹെവൻ എത്തിയ നമ്മൾ മാത്രം അവിടെ അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ആ സൂപ്പർ സ്ഥലം കേട്ടോ. ഭയങ്കര കാറ്റാണ്. അടിപൊളി വ്യൂ. എൻ്റെ മോനെ അത് വലിയ കൊക്ക്. അയ്യോ നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ. ഒരു നല്ല വ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര കൊക്കയാണ് അപ്പുറ സൈഡിലോട്ട്. ഇതാണ് റിസോർട്ടുകൾ. ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. എല്ലാം പല പല ബ്ലോക്കായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഭയങ്കര വലിയ ടീ എസ്റ്റേറ്റിൻ്റെ നടുക്കാണ്. ഇവിടെ അടിപൊളി കേട്ടോ. രക്ഷയില്ല. നമ്മൾ രാത്രി വന്ന വ്യൂ ഇതിൻ്റെ അപ്പുറ സൈഡാണ്. മാരക വ്യൂ അല്ലേ. അവിടെ മോനെ അങ്ങനെ ഒരു രക്ഷയില്ല കേട്ടോ. നീ പറ നീ മനോഹരമാണ്.
നമ്മൾ ഇന്നലെ പോയ സ്ഥലം അവിടെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പക്ഷെ നമുക്ക് വ്യൂ മാറിപ്പോയി. എവിടെയാണ് വ്യൂ? അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ബ്രെഡ് കാർപ്പ എല്ലാം കാർപ്പ തന്നെ. ഈ റിസോർട്ടിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങളിത് മേക്ക് മൈ ട്രിപ്പിൽ നിന്നാണ് കേട്ടോ ബുക്ക് ചെയ്തത്. എല്ലാ ഡയറക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം കേട്ടോ. നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.